ആഗ്രഹങ്ങൾ ഇല്ലാത്തവരായി ആരും തന്നെ ഉണ്ടാകുന്നതല്ല. നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത്രയും നിങ്ങൾക്ക് പ്രധാനപ്പെട്ടത് ആയിരിക്കും. നിങ്ങൾക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ എല്ലാം ഇപ്പോൾ നടക്കുമെന്ന് വിചാരിക്കുന്നത് അസാധ്യമായ കാര്യമാണ്. എങ്കിൽ കൂടിയും തൊടുകുറി ശാസ്ത്രം എന്ന സത്യമുള്ള ശാസ്ത്രത്തിലൂടെ നമുക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം ഇതിനെക്കുറിച്ചെല്ലാം മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. സത്യമുള്ള ഈ ശാസ്ത്രത്തിലൂടെ തൊടുകുറി ശാസ്ത്രത്തിലൂടെ നിങ്ങളുടെ വർത്തമാനകാലവും ഭൂതകാലവും ഭാവി കാലവും വരെ പറയുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇത്ര മാത്രമാണ് നൽകിയിരിക്കുന്നത്. ചിത്രങ്ങളിൽ എന്തെങ്കിലും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. സാക്ഷാൽ നിങ്ങൾ പരമശിവന്റെയാണ്, ശ്രീകൃഷ്ണസ്വാമിയുടെയും ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഇരു ദേവതമാരെയും പ്രാർത്ഥിച്ചുകൊണ്ട് കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതയെ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നൽകിയിരിക്കുന്ന ചിത്രത്തിൽ ഒന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഏവരും തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു. ഇനി തൊടുകുറി ഫലത്തിലേക്ക് കടക്കാം. ഫലങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ഏവരും അവരുടെ തന്നെ ഇഷ്ടദേവതയുടെ പ്രിയ നാമങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ശ്രീകൃഷ്ണസ്വാമിയുടെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ പ്രിയ നാമങ്ങളും, അതേപോലെ തന്നെ നിങ്ങൾ പരമശിവന്റെയാണ് ചിത്രം തിരഞ്ഞെടുത്തത് എന്നുണ്ടെങ്കിൽ ഓം നമഃശിവായ എന്നും ഒന്ന് കമന്റുകളായിട്ട് രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ മൂലമന്ത്രമായ ഓം നമോ നാരായണായ ഒന്ന് കമന്റായിട്ട് അറിയിക്കുക. അഥവാ നിങ്ങൾ ശിവഭഗവാന്റെയാണ് തിരഞ്ഞെടുത്തത് എന്നുണ്ടെങ്കിൽ ഓം നമഃശിവായ എന്ന മൂലമന്ത്രം ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്നാമത്തെ ചിത്രമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എന്നുണ്ടെങ്കിൽ തൊടുകുറി ഫലം ഇപ്രകാരമാണ്. നിങ്ങൾ ഏത് കാര്യമാണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം എത്രയും പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുവാനുള്ള സാധ്യതയാണ് ഫലത്തിൽ കാണുന്നത്. നിങ്ങളുടെ ആഗ്രഹം എത്രയും പെട്ടെന്ന് നടന്നു കിട്ടുന്നതും ആയിരിക്കും. തൊടുകുറി ഫലം കാണിച്ചു തരുന്നു നിങ്ങൾക്കുണ്ടാകുന്ന ദോഷകരമായ കാര്യങ്ങളെല്ലാം പ്രതിരോധിക്കുവാനുള്ള ശക്തി എപ്പോഴും ആർജിച്ചു നിൽക്കണം എന്നുള്ളതാണ്. നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യം ശത്രുക്കളുടെ പ്രവൃത്തിയെ എപ്പോഴും പ്രതിരോധിക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആഗ്രഹമെല്ലാം സഫലീകരിക്കുമെങ്കിലും ശത്രുക്കളുടെ പ്രവർത്തനം മൂലം നിങ്ങൾക്ക് ചില ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. നിങ്ങൾ വളരെ ബുദ്ധിപൂർവമുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ബുദ്ധിപൂർവമായ നീക്കങ്ങൾ കൊണ്ട് തന്നെ ജീവിതത്തിൽ നിങ്ങൾ വിജയിക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. സാമ്പത്തികമായ ഉയർച്ചയും നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നു. സാമ്പത്തികമായി വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു ജീവിതം തന്നെയാണ് ഇനി നിങ്ങൾക്ക് ഉണ്ടാകുവാൻ പോകുന്നത്. അതിനാലാണ് നിങ്ങൾ ഒന്നാമത്തെ തൊടുകുറി ചിത്രമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം തന്നെ തിരഞ്ഞെടുക്കുവാൻ തോന്നിയത്. ഇനിയുള്ള നാളുകളിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കൂടും എന്ന് തന്നെയാണ് ഉറപ്പാക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഗൃഹം വാങ്ങുന്നതിനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അതല്ല എങ്കിൽ ഒരു ഭവനം പണിയുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതിന്റെ പ്രാരംഭ ഘട്ടത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വരും. എങ്കിൽ കൂടിയും അത് നല്ല രീതിയിൽ വിജയകരമായി പൂർത്തിയാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഫലമായി കാണിക്കുന്നത്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെയും എത്രയും പെട്ടെന്ന് തന്നെ നടക്കും എന്നുള്ളത് തന്നെയാണ് തൊടുകുറി ഫലത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ഒരു വസ്തുവാണെങ്കിലും ഭവനമാണെങ്കിലും എന്തുമായിക്കോട്ടെ അതൊക്കെയും നേടിയെടുക്കുവാനുള്ള ഒരു സാധ്യത നിങ്ങളിൽ കാണുന്നുണ്ട്. നിങ്ങളുടെ വളർച്ചയിൽ നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നവർക്കും നിങ്ങൾ കൂടുതൽ വിശ്വസിക്കുന്നവർക്കും അസൂയ ഉണ്ടാക്കാവുന്നതാണ്. അതിനാൽ തന്നെ ചുറ്റും നിൽക്കുന്നവരെല്ലാം നിങ്ങളുടെ ശത്രുക്കളായി മാറിയേക്കാം. ബന്ധങ്ങളിൽ നിന്ന് പോലും ശത്രുത ഉണ്ടാകുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതിനാൽ തന്നെയാണ് ആദ്യമേ പരാമർശിച്ചത് ശത്രുക്കളുടെ പ്രവൃത്തിയിൽ നിന്നെല്ലാം നിങ്ങൾ ഒഴിഞ്ഞു മാറണം എന്നുള്ളത്. നിങ്ങളുടെ സഹപ്രവർത്തകരിൽ നിന്ന് പോലും അത്തരത്തിലുള്ള പ്രവൃത്തികൾ ഉണ്ടാകാവുന്നതാണ്. നിങ്ങൾ ഒരു സ്ഥാനത്ത് എത്തിയാലും താഴേക്കിടയിൽ ഉള്ളവരെ മറക്കാതിരിക്കുക. അതായത് നിങ്ങളുടെ ഒപ്പം ഉണ്ടായവരെ മറക്കാതിരിക്കുക. നിങ്ങളുടെ മോശം കാലഘട്ടത്തിൽ അഥവാ നിങ്ങൾ ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ കൂടെ ഉണ്ടായിരുന്നവരെ നിങ്ങളുടെ ഉയർച്ചയിലും നിങ്ങൾ കൂടെ നിർത്തുക. നിങ്ങൾക്ക് കഴിയുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് പേരെ അകമഴിഞ്ഞു സഹായിച്ചിട്ടുണ്ട്.
നിങ്ങൾക്ക് കഴിയുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് പേരെ അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. എങ്കിൽ കൂടിയും അതെല്ലാം നിങ്ങൾക്ക് തന്നെ വിനയായി വന്നിട്ടുമുണ്ട്. നിങ്ങൾ സഹായിച്ച പലരും ഇപ്പോൾ നിങ്ങളെ അവഗണിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിഷമം. ചില സമയങ്ങളിൽ മാനസികമായി നിങ്ങൾ വളരെ തളർന്നു പോയിട്ടുണ്ട്. എല്ലാം ഉണ്ടായിട്ട് കൂടിയും ഒന്നുമില്ലാത്തവനെ പോലെ ഏകാന്തതയിൽ ഇരുന്ന് ഒറ്റയ്ക്ക് വിഷമിച്ചിരിക്കുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ കർമ്മരംഗത്തെല്ലാം നിങ്ങൾ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ട്. ഇവയൊക്കെ കൊണ്ടാണ് നിങ്ങൾ ഇതെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നേറുക എന്നുള്ള കാര്യം പറയുന്നത്. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു തൊടുകുറി ബലം നിങ്ങളെ തേടിയെത്തിയത് നിങ്ങളുടെ കുടുംബജീവിതം എന്ന് പറയുന്നത് വളരെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതമായിരിക്കും. ദൈവാധീനം കൂടെയുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുക. കഷ്ടതകളുടെ സമയത്ത് സമാധാനം ഉണ്ടാകുവാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാണ്. ആദിയും വ്യാധിയുമുള്ള കാലത്ത് ഈശ്വര സാന്നിധ്യത്താൽ, ഈശ്വരന്റെ പ്രീതിയാൽ നിങ്ങൾക്കെല്ലാം മറികടക്കുന്നതിന് ഇവയൊക്കെയാണ് ഒന്നാമത്തെ ചിത്രമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ തൊടുകുറി ബലം എന്ന് പറയുന്നത്. ഏവരും അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പൂജാമുറിയിൽ വിളക്ക് കത്തിക്കുന്ന അവിടെ നിന്ന് ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുവാൻ മറക്കാതിരിക്കുക. അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം മംഗളമായി തീരുന്നതാണ്. രണ്ടാമത്തേത്, ശിവഭഗവാന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ബലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളും സാധിക്കുന്നതാണ്. എങ്കിലും അതിനായിട്ടുള്ള കാത്തിരിപ്പ് നിങ്ങൾ തുടരേണ്ടതാണ്. കാരണം ഒരു നിശ്ചിത സമയം ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങൾ തൊഴിൽ ചെയ്യുന്ന മേഖലയിൽ ശോഭിക്കുവാനാണ്. തൊഴിൽ മേഖലയിൽ ശോഭിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിൽ നിന്നും സ്ഥാനക്കയറ്റം ഉണ്ടാകും. ഒരു സാമ്പത്തിക കാര്യങ്ങളിൽ കുറച്ചധികം ഇടപാടുകളിൽ കുറച്ചധികം ശ്രദ്ധ പുലർത്തണം എന്നുള്ള കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. മറ്റുള്ളവരെ അകമഴിഞ്ഞു സഹായിക്കുക. എനിക്കില്ലെങ്കിലും നിനക്കിരിക്കട്ടെ എന്നുള്ള മനോഭാവം ഇവയൊക്കെ ഇത്തരം കാലഘട്ടത്തിൽ സ്വാഭാവികം തന്നെയാണ്. എങ്കിലും നിങ്ങൾക്ക് സ്വന്തമായ ഒരു കുടുംബമുണ്ടെന്ന് ഓർക്കേണ്ടതാണ്. മറ്റുള്ളവരെ നിങ്ങൾ വെറുതെ സഹായിക്കില്ല എന്നുകൂടി ഓർക്കേണ്ടതാണ്. തൻ്റെ കുടുംബത്തിന് വേണ്ടി താൻ തന്നെയാണ് സമ്പാദിക്കേണ്ടത് എന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടാകുക. ഇങ്ങനെയൊരു ചിന്ത കൂടെ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ തോറ്റുപോകില്ല. നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ചിലപ്പോൾ ഒരു തൊഴിലായിരിക്കാം. മറ്റൊരു വലിയ ആഗ്രഹം എന്ന് പറയുന്നത് കടബാധ്യതകളെല്ലാം തീർന്നു കിട്ടണം എന്നുള്ളതാണ്. ഈ ആഗ്രഹങ്ങൾ ഒന്നും ഉടനെ തന്നെ നടക്കുമെന്ന് നമുക്ക് പറയുവാൻ സാധിക്കില്ല. എങ്കിൽ കൂടിയും ഒരു പരിമിതമായ സമയം അതിനുണ്ട്. നിങ്ങൾ ഈശ്വരനിൽ വിശ്വാസത്തോടുകൂടി കഠിന പ്രയത്നം ചെയ്യുക. അതിലൂടെ നിങ്ങൾക്ക് വിജയം സാധ്യമാകും എന്ന് തന്നെയാണ് ഫലമായി കാണിക്കുന്നത്. ഈശ്വരനിൽ വിശ്വസിച്ചുകൊണ്ട് പ്രയത്നിക്കുക. ഈശ്വരൻ സകലതും നിങ്ങൾക്ക് നൽകുന്നതാണ്. ഭഗവാനുമായിട്ടുള്ള ആത്മീയ ബന്ധത്തിൽ നിങ്ങൾ കുറച്ചുകൂടി അടുപ്പം കാണിക്കുക എന്നതാണ് ഓർമ്മിപ്പിക്കുവാനുള്ളത്. ക്ഷേത്ര ദർശനം നടത്തുവാനായി നിങ്ങൾ കുറച്ചുകൂടി സമയം ചിലവഴിക്കേണ്ടതാണ്. ദാമ്പത്യത്തിലെ ചില പ്രശ്നങ്ങൾ ദാമ്പത്യം തുടങ്ങുന്ന ആദ്യഘട്ടത്തിൽ ഉണ്ടാകുന്നതാണ്. എങ്കിലും അതിലൊന്നും നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഇതൊക്കെയും സർവ്വസാധാരണമായിട്ടുള്ള കാര്യം എന്ന് ഓർക്കേണ്ടതാണ്. എല്ലാ ജീവിതങ്ങളിലും വ്യക്തികളിലും എല്ലാ തലമുറകളിലും ഇക്കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. ഇതെല്ലാം സർവ്വസാധാരണമായിട്ടുള്ള കാര്യം പ്രത്യേകം ഓർക്കണം. പിന്നീടുള്ള നാളുകളിൽ നല്ലൊരു ദാമ്പത്യ ജീവിതം തന്നെ നിങ്ങൾക്കുണ്ടാകും എന്നുള്ള കാര്യം വിശ്വസിക്കേണ്ടതാണ്. പരസ്പരം മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഒരു ചെറിയ പോരായ്മയായി കാണുന്നത്. ഭർത്താവ് ഭാര്യയെ മനസ്സിലാക്കാത്തതും നേരെ തിരിച്ച് ഭാര്യ ഭർത്താവിനെ മനസ്സിലാക്കാത്തതും നിങ്ങളിൽ ചില മാനസികമായ വിഷമങ്ങൾക്ക് കാരണമായി തീരുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളത് ഈശ്വരജയമാണ്. ഈശ്വരനെ കൂടുതൽ ആരാധിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ സാധ്യമാകുന്നതുമാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും അവസ്ഥകളും എല്ലാം മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമുള്ള സമയത്ത് നൽകുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് വഴങ്ങാതെ ഇരിക്കുക. പുതിയൊരു ജീവിതം അല്ലെങ്കിൽ ഇപ്പോഴുള്ള ജീവിതത്തെ പുതിയ നല്ലൊരു ജീവിതത്തിലേക്ക് മാറ്റിയെടുക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. വളരെ ആരോഗ്യപരമായ ജീവിതം നിങ്ങൾക്ക് ഈശ്വരൻ നൽകുന്നതാണ്. നിങ്ങളുടെ സകല ആഗ്രഹങ്ങളും സാധിക്കും എന്ന് തന്നെ തീർച്ചപ്പെടുത്താവുന്നതാണ്. ഇത്തരം ഫലങ്ങളാണ് രണ്ടാമത്തെ ചിത്രമായ ശിവഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ തൊടുകുറി ഫലങ്ങൾ എന്ന് പറയുന്നത്. എല്ലാ ആഗ്രഹങ്ങളും
കാര്യങ്ങളും നടക്കുവാനായി ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈശ്വരനിൽ അകമഴിഞ്ഞ് വിശ്വസിക്കുക എന്നതാണ്. ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുക. മാത്രമല്ല, ഏത് ലക്ഷ്യമാണോ നിങ്ങൾക്ക് സാധിച്ച് എടുക്കുവാനുള്ളത് ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് മനസ്സിൽ ആ ഒരു കാര്യം കണ്ടുകൊണ്ട് അത് ചെയ്ത് കഴിഞ്ഞു എന്നുള്ള അനുഭൂതിയിൽ ആ സന്തോഷത്തിൽ കുറച്ചു നേരം അഥവാ ഒരു 5 മിനിറ്റ് നേരം, അതുമല്ലെങ്കിൽ ഒരു മിനിറ്റിന് താഴെ നേരമെങ്കിലും നിങ്ങൾ അകമഴിഞ്ഞ് വിശ്വസിക്കുക, എനിക്ക് ആ ഒരു കാര്യം നടന്നു കഴിഞ്ഞു. ആ ഒരു സന്തോഷത്തിൽ നിങ്ങൾ മുഴുകിയിരിക്കുക. ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആ ആഗ്രഹം നടന്നു കിട്ടുന്നതായിരിക്കും. എല്ലാ അധ്യായത്തിലും ഞാൻ പറയാറുള്ളത് പോലെ തന്നെ എൻ്റെ നിത്യ പ്രാർത്ഥനയിൽ അഥവാ സന്ധ്യാ പ്രാർത്ഥനയിൽ എല്ലാ ആളുകൾക്കു വേണ്ടിയും ഈ വീഡിയോയുടെ കമന്റ് ബോക്സിലും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ആയിട്ട് അറിയിക്കുകയാണെങ്കിൽ എൻ്റെ സന്ധ്യാ പ്രാർത്ഥനയിൽ ഞാൻ പതിവ് പോലെ തന്നെ നിങ്ങൾ ഈ ഒരു കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജനന നക്ഷത്രവും ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുകയാണെങ്കിൽ എൻ്റെ സന്ധ്യാ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ്. ഈ ഒരു അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നമഃ ശിവായ.